അസ്സലാമു അലൈക്കും. സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇവിടെ വന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നാളെയാണ് വലിയ സമ്മേളനം, പക്ഷേ തലത്തില്ലാത്തതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മഹത്തായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞങ്ങളുടെയൊക്കെ ഡ്യൂട്ടി എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കറിയാം, ഈ നാട്ടിൽ ബുദ്ധിപൂർവം ആധുനിക യുഗത്തിൽ കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ ഇന്നത്തെ തലമുറയുടെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ലോകത്തിൻ്റെ ആ ഒരു ദൃഷ്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിനെക്കുറിച്ച് അതിൻ്റെ മഹത്തായ ആശയങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിനുമൊക്കെ ഇടം കൊടുത്തുകൊണ്ട് ഇന്നത്തെ തലമുറയെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് എടുത്ത് പറയാവുന്നത്. നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട വിജ്ഞാനങ്ങളും ഒക്കെ പകർന്നു കൊടുക്കാൻ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം. അടിസ്ഥാനപരമായി അത് എന്നത്തേക്കുമുള്ളതാണ്. അതിലെല്ലാം ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഹദീസ് കോൺഫറൻസിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ എല്ലാ വിഷയങ്ങൾക്കുമുള്ള ഉത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ശരിയായ വിജ്ഞാനമുണ്ടാവണം, അറിവുണ്ടാവണം. പുതിയ കാലത്ത് പുതിയ തലമുറക്ക് ആ തരത്തിലുള്ള അവരുടേതായ നിലയിൽ എല്ലാ അറിവും പകർന്നു കൊടുത്തുകൊണ്ട് അവർ നേരിടുന്ന ചിന്തയെ, വെല്ലുവിളികളെ, അവരുടെ സംശയങ്ങളെ ഒക്കെ നിവൃത്തിക്കൊച്ചു പോകാൻ വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള പഠനവും ജീവിതത്തെ സംബന്ധിച്ചുള്ള പഠനവും അതിലെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത് അതിൻ്റേതായ രീതിയിൽ ക്രോഡീകരിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഈ പ്രവർത്തനങ്ങൾ, പഠിപ്പിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഇഹത്തിലും പരത്തിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിജയമുണ്ടാക്കുന്നതാണ്. അങ്ങേയറ്റത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഇന്നുള്ള തലമുറക്ക് ഇതൊക്കെ അവരുടെ മുമ്പിൽ വരുന്ന ചോദ്യചിഹ്നങ്ങൾ എന്ന് പറയുന്നത് പലതാണ്. അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ കൊടുക്കാൻ ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം ഇന്ന് വളരെ അനിവാര്യമാണ്. അല്ല എങ്കിൽ അവർ പിന്നെ പോകുന്ന വഴി ഞാൻ പ്രത്യേകമായി എടുത്ത് പറയേണ്ടതില്ല. നമ്മളെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വെല്ലുവിളി ഇസ്ലാമിക പ്രസ്ഥാനം അതുപോലെ തന്നെ അതിൻ്റെ വിശ്വാസികളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബോധപൂർവം വിഭാഗീയത ഉണ്ടാക്കുന്നു, ബോധപൂർവം ചാപ്പ കുത്തി ഒരു ഫോബിയ സൃഷ്ടിച്ച് ടാർഗറ്റ് ചെയ്ത് പോകുന്ന രീതി രാജ്യത്ത് വളർന്നു വരുന്നു. ഒരുപക്ഷെ ലോകത്ത് തന്നെ വളർന്നു വരുന്നു. അതിനൊക്കെയുള്ള മറുമരുന്ന് എന്ന് പറയുന്നത് എല്ലാത്തിനെയും അതേ രീതിയിൽ നേരിടുകയല്ല, നേരെ മറിച്ച് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനം എന്താണ്, യഥാർത്ഥത്തിൽ ഇസ്ലാമിക ജീവിതം എന്താണ് എന്നുള്ളത് പൊതുസമൂഹത്തിനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് മതമില്ലായ്മയല്ല മതേതരത്വം. പക്ഷേ യഥാർത്ഥ മതവിശ്വാസം ഇന്നതാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പിന്നിൽ അടിയുറച്ച് നിന്നുകൊണ്ട് എല്ലാവരോടും സഹിഷ്ണുത പുലർത്തി പോകുന്ന രീതി, അതാണ് ഇന്നത്തെ ആവശ്യം. ആ നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടാവും എന്ന് ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രസംഗിക്കാൻ അവസരമുണ്ടായതിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.